രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ധ്യയുടെ ഇടത് കാലിലെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ശസ്ത്രക്രിയയ്ക്കായി സന്ധ്യ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആലുവ രാജഗിരി ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജനുണ്ട്. നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, ഈ ഡോക്ടേഴ്സ് ഏത് കാലിനാണ് പരിക്ക്? ഡോക്ടേഴ്സ് പറയുന്നത് ഈ പരിക്ക് എത്രമാത്രം ഗുരുതരമാണെന്നാണ്? SKN അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രാവിലെ ഏതാണ്ട് 5:15 ആലുവ രാജഗിരി ആശുപത്രിയിൽ സന്ധ്യയെ കൊണ്ടുവന്നത്. സന്ധ്യയെ കൊണ്ടുവന്നപ്പോൾ തന്നെ നേരെ എമർജൻസി റൂമിലേക്ക്, അതായത് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷമുള്ള പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയായി ഇപ്പോൾ ശസ്ത്രക്രിയയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ കാലിൽ പൾസ് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ രക്തക്കുഴലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഒരു CT സ്കാൻ, വിശദമായ ഒരു CT സ്കാൻ പരിശോധന നടത്തി. അതിനുശേഷം മാത്രമാണ് എത്രത്തോളം പരിക്കുകൾ ഉണ്ടെന്ന കാര്യം വ്യക്തമായിട്ടുള്ളൂ. നിലവിൽ ഇപ്പോൾ ശസ്ത്രക്രിയക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇടതുകാലിനാണ് പരിക്ക് ഗുരുതരമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഒരു ശസ്ത്രക്രിയ വേണ്ടിവരും എന്ന് ഡോക്ടേഴ്സ് വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ CT സ്കാൻ പരിശോധിച്ച ശേഷം മാത്രമാണ് എത്രത്തോളം ആഴത്തിൽ ഈ പരിക്കുകൾ ഉണ്ടെന്ന കാര്യം വ്യക്തമായത്. നമുക്കറിയാം, ഒരു ഹൈ ട്രോമ ഒരു അപകടമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബിജുവിന് എത്രത്തോളം ആഘാതം ഉണ്ടായോ സമാനമായ നിലയിലൊരു ആഘാതം സന്ധ്യയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അരയ്ക്ക് താഴെയാണ് പരിക്ക് ഗുരുതരം. അതുകൊണ്ട് തന്നെ ഈ അരയ്ക്ക് താഴെയുള്ള ഭാഗത്ത് വിശദമായി തന്നെ ഒരു പരിശോധന നടത്തി. അതേസമയം തന്നെ ഒരു പ്രാഥമിക നടത്തിയ പരിശോധനയിൽ ഇന്റേണൽ ഇഞ്ചുറീസോ അല്ലെങ്കിൽ മറ്റ് തലച്ചോറിന് ക്ഷതമേറ്റ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ കാലിന് പരിക്ക് ഗുരുതരമാണെന്ന് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ശസ്ത്രക്രിയയുടെ സാധ്യതയാണ് ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. രക്തക്കുഴലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 7 മണിക്കൂറിനകം ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ CT സ്കാനുകൾ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ കാലിലെ ശസ്ത്രക്രിയക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സന്ധ്യയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഈ ആശുപത്രിയിലുണ്ട്. എന്തായാലും ഡോക്ടേഴ്സ് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി കൂടുതൽ കാര്യങ്ങൾ ആരോഗ്യനിലയുടെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുകയുള്ളൂ. നിലവിലിവിടെ എത്തിക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നില്ല. ഡോക്ടേഴ്സുമായി സംസാരിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ആശ്വാസകരമാണ്. പക്ഷേ കാലിലെ പരിക്ക് ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശസ്ത്രക്രിയയ്ക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, മണിക്കൂറുകൾ നീണ്ട ഒരു ശ്രമകരമായ രക്ഷാദൗത്യത്തിനൊടുവിലാണ് സന്ധ്യയെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. ഏതാണ്ട് 3:15 തന്നെ പുറത്തെത്തിച്ചു. അതിനുശേഷം അടിമാലി ആശുപത്രിയിലേക്ക് പോയി അവിടെ വെച്ചൊരു പ്രാഥമിക ചികിത്സ നടത്തിയിരുന്നു. പക്ഷേ വിദഗ്ധ ചികിത്സയ്ക്കായി തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും കാലിലെ ശസ്ത്രക്രിയയ്ക്കായി ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, നിതിൻ അംബുജനാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്ന് തത്സമയം ചേർന്ന്. അവിടെയാണ് ബിജുവിൻ്റെ ഭാര്യ, ഈ അപകടത്തിൽ മരിച്ച ബിജുവിൻ്റെ ഭാര്യ സന്ധ്യ പ്രവേശിപ്പിച്ചിരിക്കുന്നവരുടെ കാലിന് ശസ്ത്രക്രിയ വേണം. അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.